ഫൈനലി ഞങ്ങൾ നാട്ടിൽ പോവാണേ. ഒരു വർഷത്തിന് ശേഷം നാട്ടിൽ. സത്യം പറഞ്ഞാൽ സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യേ എന്ന് പറയുന്നൊരവസ്ഥയായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു വർഷമായിട്ട് അങ്ങനെ കാത്തിരുന്ന ആ ദിവസം വന്നെത്തിയിരിക്കുകയാണ് ഗൈസ്. സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് സന്തോഷമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് റാപ്പിഡോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മെട്രോ സ്റ്റേഷൻ വരേക്കും. അവിടുന്ന് മെട്രോയിൽ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ അങ്ങനെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ പ്രീമിയം കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തത്, ലഗേജ് വെക്കാനുള്ള സ്പേസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടുന്ന് 10 കിലോമീറ്റർ ഉണ്ട് മെട്രോ സ്റ്റേഷൻ വരേക്കും. അവിടെ നമ്മൾ 250 രൂപയാണ് കേട്ടോ അവർ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് മെട്രോയിൽ നമ്മൾ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകും. ഡൽഹിയിൽ യാത്ര ചെയ്യാൻ എളുപ്പവഴി എന്ന് പറയുന്നത് മെട്രോ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതെ, ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ട്രെയിൻ ഉച്ചയ്ക്ക് 1 മണിക്കായിരുന്നു. നമ്മൾ പോയത് കേരള സമ്പർക്രാന്തി എക്സ്പ്രസ്സിലാണ് കേട്ടോ. ചണ്ഡീഗഡ് തൊട്ട് കൊച്ചുവേളി വരെ പോകുന്ന നമ്മുടെ ഇന്ത്യയിലെ ലോങ്ങസ്റ്റ് സമ്പർക്രാന്തി എക്സ്പ്രസ് ആണ് നമ്മുടെ കേരള സമ്പർക്രാന്തി എക്സ്പ്രസ്. അങ്ങനെ നമ്മൾ അതിൽ കയറി കറക്റ്റ് ടൈമിൽ തന്നെ വന്നു കേട്ടോ ന്യൂഡൽഹിയിൽ. അത് കഴിഞ്ഞത് സെക്കൻഡ് ഡേ ആയിട്ടുണ്ട്. സെക്കൻഡ് ഡേയിൽ നമ്മൾ രാവിലെ എത്തിയിട്ട് ഒരു 7 മണി 7:30 ആയിട്ടുണ്ട്. നമ്മൾ പൻവേൽ എത്തിയിട്ടുണ്ട് കേട്ടോ. പനവേൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളി കേരള ഫുഡ് കിട്ടും. അവിടെ കുറച്ച് മലയാളി ചേട്ടന്മാരെ നടത്തുന്ന ഒരു സംരംഭമാണ്. അപ്പം സ്റ്റേഷൻ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ സ്റ്റേഷനിൽ നമുക്ക് കൊണ്ടുവരും കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കലത്തെ ഊണും ഒക്കെ അവർ കൊണ്ടുതരുന്നുണ്ട്. ഉച്ചക്കലത്തെ ഊണെന്ന് പറയുന്നത് മീൻ കറിയും കൂട്ടിയിട്ടുള്ള ഊണ്. പിന്നെ എന്ത് വേണമല്ലേ, 120 രൂപയാണ് കേട്ടോ ഒരു ഊണിന്. പക്ഷെ നല്ല അടിപൊളി ഊണാണെന്നാണ് കേട്ടോ എല്ലാവരും പറഞ്ഞത്. പക്ഷേ എനിക്കറിയില്ലായിരുന്നു. ഞാനാണെങ്കിൽ ഫസ്റ്റ് ഡേക്ക് വേണ്ടിയിട്ട് ചപ്പാത്തിയും പനീർ കറി എടുത്തിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഡേക്ക് ലെമൺ റൈസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കയറിയിരുന്നപ്പോഴാണ് കേട്ടോ ഞാൻ അറിയുന്നത് ഇങ്ങനെ ഒരു സംരംഭമൊക്കെ ഉണ്ടെന്നുള്ളത്. ഇനി ഇത് അറിഞ്ഞൂടാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് തരാം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഫുഡ് കിട്ടുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ഓപ്ഷനായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നി. നമ്മൾ വെറുതെ രാവിലെ കിടന്ന് ഇങ്ങനെ ബഹളം വെച്ചിട്ട് ഓൾറെഡി പോകുന്ന സമയത്ത് നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തിരക്കായിരിക്കും. അതിനിടയ്ക്കാണ് നമ്മൾ ഫുഡും കൂടി ഉണ്ടാക്കി കൊണ്ടുപോകുന്നത്. അപ്പം ഇത് നല്ലൊരു ഓപ്ഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത പ്രാവശ്യം എന്നിട്ട് നമ്മളും ഇത് തന്നെ നോക്കൂ കേട്ടോ. നമ്മളിപ്പോൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ കൊങ്കൺ റൂട്ടിലെ ഏറ്റവും നീളം കൂടിയ ടണൽ വഴിയാണ് കേട്ടോ. 6.5 കിലോമീറ്റർ ആണ് ഇതിൻ്റെ നീളം. അപ്പോൾ ഇതെന്ന് പറയുന്നത് കർബൂർ ടണൽ ആണ് കേട്ടോ, രത്നഗിരിക്ക് അടുത്തുള്ള. അപ്പം ഇതാണ് ഈ കൊങ്കൺ റൂട്ടിൽ ആക്ച്വലി 90-92 ടണലുണ്ട് മൊത്തത്തിൽ. അതിൽ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ടണലാണ് നമ്മൾ ഇപ്പം കടന്നു പോയ ഈ ടണൽ എന്ന് പറയുന്നത്. പിന്നെ ടണലൊക്കെ കഴിഞ്ഞ് നമ്മൾ വെളിയിൽ വരുമ്പോൾ നല്ല അടിപൊളി സീനറിയാണ് കേട്ടോ. അത് കൊങ്കൺ റൂട്ടിൻ്റെ വലിയൊരു പ്രത്യേകതയാണ്. നമുക്ക് നല്ല വെള്ളച്ചാട്ടവും നല്ല വെസ്റ്റേൺ ഗാർഡ്സും തുരങ്കങ്ങളും ഒക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് പോകാൻ പറ്റും ഒരു റൂട്ടാണ് കേട്ടോ ഇത്. പിന്നെ നമ്മുടെ സമ്പർക്രാന്തിക്കകത്ത ക്ലീനിങ് അത് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. നല്ല അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ട്രെയിന്. അപ്പോൾ എന്നെപ്പോലുള്ള ആൾക്കാരുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ ആക്ച്വലി അങ്ങനെ ഒരുപാട് ബാത്റൂമൊന്നും അങ്ങനെ യൂസ് ചെയ്യാത്ത ആളാണ് കേട്ടോ ട്രെയിനകത്ത്. അപ്പോൾ ഞാൻ കൂടിപ്പോയാലും ഒരു വട്ടം അല്ലെങ്കിൽ മാക്സിമം ഒരു 2 വട്ടം, അതിനപ്പുറത്തേക്ക് ഞാൻ അങ്ങനെ പോവാറില്ല ബാത്റൂമിലൊന്നും. അപ്പോൾ ആക്ച്വലി ഇത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു ട്രെയിനാണ് കേട്ടോ. പിന്നെ എനിക്കങ്ങനെ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എൻ്റെ കൊച്ചു തൊട്ടൊരു ശീലമാണ് കേട്ടോ. വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം മാത്രമേ എനിക്ക് ബാത്റൂമിൽ പോകാൻ പറ്റുള്ളൂ. അത് ഞാനങ്ങ് ശീലിച്ച് പോയി. പക്ഷേ ഏട്ടന് ഇഷ്ടം പോലെ വഴക്ക് പറയും കേട്ടോ. അങ്ങനെ ഇരിക്കാൻ പാടില്ല എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ എന്ത് ചെയ്യാനാ, എനിക്കങ്ങനെ പോകാൻ പറ്റാറില്ല. പിന്നെ രണ്ടാമത്തെ ദിവസം നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ. ഇഷ്ടംപോലെ കച്ചവടക്കാരിങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നു, അതൊക്കെ നമ്മൾ നോക്കുന്നു. അങ്ങനെ സെക്കൻഡ് ഡേ പോയതേ അറിഞ്ഞില്ല. ആക്ച്വലി സെക്കൻഡ് ഡേയിലാണ് കേട്ടോ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങിയത്. ഫസ്റ്റ് ഡേയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന തൽക്കാലം കേട്ടോ നമ്മൾ എടുത്തത്. അപ്പം മിഡിൽ ബർത്തും അപ്പർ ബർത്തും ഒക്കെ കിട്ടിയ കാരണം നമുക്കതൊന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ നമുക്ക് സെക്കൻഡ് ഡേയിലാണ് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയത്. അപ്പോൾ തേർഡ് ഡേ ആയപ്പോഴേക്കും നമ്മളത് കാസർഗോഡ് എത്തിയിട്ടോ. ഡൽഹിയിൽ 46 ഡിഗ്രി 47 ഡിഗ്രി ചൂടിൽ കിടക്കുമ്പോഴാണ് കേട്ടോ നമ്മളിവിടുന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. അങ്ങനെ നമ്മൾ കാസർഗോഡും കോഴിക്കോടൊക്കെ ചെന്നപ്പോഴേക്കും നല്ല മഴ. അങ്ങനെ മഴയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ചായയൊക്കെ മേടിച്ച് കുടിച്ചു. അതിനുശേഷം നമ്മളിത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, കേരം തെങ്ങും കേരള നാട്, എന്താ ഒരു മനോഹാരിത അല്ലേ, നല്ല അടിപൊളി സീനറി. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ട് നമ്മളങ്ങനെ എറണാകുളത്ത് എത്തിയിട്ടുണ്ട്. ട്രെയിനിൽ അതിസാഹസികമായി കേരളത്തിൽ തിരികെയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മുട്ടക്കറി, അപ്പം. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കേരള ഫുഡ് തുടങ്ങുക. എന്തൊക്കെ അപ്പം, പഴം, വട എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്നപ്പോഴേക്കും നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്. അപ്പോൾ ഇതിനെന്താ ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ നമ്മുടെ വേൾഡിലെ തന്നെ ആദ്യത്തെ ഫുള്ളി സോളാർ എനർജിയിൽ പ്രവർത്തിക്കുന്ന ഒരേ ഒരു എയർപോർട്ട്. ഈ അറിവ് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഇത് കേട്ടപ്പോൾ ഞാൻ തന്നെ ആലോചിക്കുന്നത് ഞാൻ ഇത്ര മണ്ടിയായി പോയല്ലോ എന്ന്. ശ്രീ പറഞ്ഞിട്ടാണ് കേട്ടോ ഞാനിത് അറിയുന്നത് തന്നെ. ശ്രീയാണ് എനിക്ക് വീഡിയോയും കൂടി എടുത്തു തന്നത്. അപ്പോൾ ഇതിനെന്താ പ്രത്യേകതയെന്ന് ഞാൻ തന്നെയാണ് ശ്രീ ചേട്ടനോട് ചോദിച്ചത്. അപ്പോഴാണ് ശ്രീ ഇങ്ങനെ പറഞ്ഞത്
കേട്ടോ. അപ്പം ഇതെന്ന് വെച്ചാൽ പെർ ഡേ 50,000 യൂണിറ്റ് വൈദ്യുതി ഇതിങ്ങനെ സോളാർ എനർജിയിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് വെച്ചിട്ടാണ് ആ എയർപോർട്ട് ഫുള്ളായിട്ട് പ്രവർത്തിക്കുന്നത്. ഇത് 2015 കേട്ടോ ഇങ്ങനെ ഫുള്ളി സോളാർ സിസ്റ്റത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി തുടങ്ങിയത്. അപ്പോൾ ഇത് ഇനി അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് പറയുന്നത്. എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം, ഞാൻ മാത്രമേ ഉള്ളൂ ഇത്ര മണ്ടിയെന്ന് എനിക്ക് തന്നെ തോന്നിപ്പോയി. നമ്മുടെ അടുത്തൊരു എയർപോർട്ട് ഉണ്ടായിട്ട് നമുക്കതറിയാൻ കഴിഞ്ഞില്ലല്ലോ. ഇങ്ങനെ എടുത്തൊക്കെയാണല്ലോ നമുക്ക് ഓരോ നോളജ് ഉണ്ടാവുന്നത്. അങ്ങനെ ഞാനും ഇപ്പം എനിക്കറിയാമല്ലോ ഇങ്ങനെ കേട്ടും കണ്ടുമൊക്കെ. കേരള ലേറ്റാവുമെന്നും പറഞ്ഞിട്ടാണ് സമ്പക്രാന്തിക്കകത്ത് കയറുന്നത്. ഇപ്പം നമ്മൾ ചെല്ലുന്നതൊക്കെ ലേറ്റാന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ചെല്ലുന്ന ട്രെയിനൊക്കെ ലേറ്റായി വരുക. അപ്പോഴാ സമ്പക്രാന്തിയും ലേറ്റ്. അതാ എറണാകുളം ജംഗ്ഷനിൽ വന്നിങ്ങനെ 7:55 8 മണിയാകുമ്പോൾ വരുന്ന ട്രെയിനാണ്. ഇപ്പോൾ ഇവിടെ 10 മണിയാകുമ്പോൾ വന്നു. 2 മണിക്കൂർ ലേറ്റ്. നമ്മളിനി കൊല്ലത്ത് ചെല്ലുമ്പോഴത്തേന് എത്ര മണിയാവും? 2 മണിക്കൂർ ലേറ്റിൽ ഇങ്ങനെ കൊണ്ടിരിക്കുക. കാസർഗോഡൊക്കെ ഭയങ്കര മഴയായിരുന്നു. കാസർഗോഡ് കോഴിക്കോടും ഒക്കെ ഭയങ്കര മഴയായിരുന്നു. ഇവിടെ മഴയില്ല. പക്ഷേ ഞങ്ങൾ കായംകുളം ജംഗ്ഷനിൽ ഇറങ്ങി. ട്രെയിൻ ലേറ്റായതുകൊണ്ട് കൊല്ലത്തോട്ട് പോയില്ല, കായംകുളത്ത് ഇറങ്ങി. ഇവിടുന്ന് ബസ്സിന് പോകണം. ഞങ്ങൾക്ക് കൊല്ലത്തുനിന്ന് ട്രെയിൻ ഉണ്ടായിരുന്നു. ആ ട്രെയിൻ 12 മണിക്ക് അവിടെ നിന്ന് പോയി. ഞങ്ങൾ കായംകുളത്ത് എത്തിയപ്പം 12 മണിയായി. ട്രെയിൻ പോയത് കാരണം ബസ് വന്നു. സാധാരണഗതിയിൽ ഞങ്ങൾ ഇവിടുന്ന് ചെല്ലുമ്പോഴേക്കും സ്റ്റേഷനിൽ പപ്പ കാറും കൊണ്ട് വരും കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കൊല്ലത്തിറങ്ങുമ്പം കൊല്ലത്തുനിന്ന് ട്രെയിൻ ഉള്ളതുകൊണ്ട് പപ്പ വരണ്ടെന്ന് പറഞ്ഞു. അത് കാരണം പപ്പ വന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ബസ്സിനാണ് ഈ പ്രാവശ്യം പോകുന്നത്. വല്ലപ്പോഴൊക്കെ ബസ്സിലും കുട്ടികളെ കയറ്റണ്ടേ. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ പോയി. അവന്മാർ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ബസ്സിലൊക്കെ കയറുന്നത്. ഈ പ്രാവശ്യം നാട്ടിൽ പോയിട്ടാണ് ബസ്സിലൊക്കെ കയറിയത്. അപ്പോൾ ഇവിടുന്ന് അങ്ങനെ നാട്ടിലേക്ക് ബസ്സിൽ പോയി. വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും 3:30 കേട്ടോ. അപ്പോൾ പിന്നെ കുളിക്കാനൊന്നും നിന്നില്ല. വിശന്ന് കണ്ണ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ പെട്ടെന്ന് കയ്യും കാലും മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് ഞങ്ങൾ ചോറ് കഴിക്കായിരുന്നു. അങ്ങനെ ചോറൊക്കെ കഴിച്ചിട്ട് നമ്മുടെ പുതിയ വീട്ടിലേക്കൊന്ന് കയറിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അച്ഛൻ്റെ നിന്ന് കീയൊക്കെ മേടിച്ച് അവിടെ ചെന്നപ്പോഴേക്കും പപ്പ ഇങ്ങ് ഓടി എത്തി കേട്ടോ. സാധാരണഗതിയിൽ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പപ്പ സ്റ്റേഷനിൽ എത്താറാനായിട്ട് പതിവ്. ഈ പ്രാവശ്യം സ്റ്റേഷനിൽ വരാൻ ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചെന്ന് ചോറ് കഴിച്ചതേ സമയം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും പപ്പ എത്തി. അങ്ങനെ വന്ന് ഇങ്ങനെ വെളിയിൽ തന്നെ ഇങ്ങനെ നിൽക്കണം മക്കളുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട്. നിങ്ങളുടെ പാട്ടിൽ ഇന്നലെയായിരുന്നു സത്യപ്രതിജ്ഞ ചെയ്ത് പോയായിരുന്നു. അതിന് ഒരു ചപ്പക്കാരാ ഒന്നുമില്ല ഞങ്ങൾക്ക് പോകുന്നു തട്ടിമുട്ടി അല്ലായത് ഇവിടെ ഫോട്ടോ എടുക്കാത്ത ഫോട്ടോ എടുക്കണ്ട. ഒന്നും ശരിയാവില്ല. ഇനി അടുത്ത 3 വർഷം കഴിഞ്ഞ് അടുത്ത ഇലക്ഷൻ ഉണ്ട്. ഇനിയില്ല, എല്ലാം രാജ്യം പോവാ. ഇനി പ്രവർത്തനമൊന്നുമില്ല. പപ്പ ഇങ്ങനെ പാർട്ടി പ്രവർത്തനത്തിനൊക്കെ നടന്നിട്ട് ക്ഷീണിച്ച് നല്ല ഒട്ടം തെറ്റിയിരിക്കാനാട്ടോ. അതുകൊണ്ടാണ് എൻ്റെ ഫോട്ടോ എടുക്കേണ്ട, എൻ്റെ വീഡിയോ എടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഞാൻ സുന്ദരനായിരുന്നു, ഇപ്പം അതൊന്നും ഇല്ലാന്നാണ് കേട്ടോ പപ്പ പറയുന്നത്. പിന്നെന്താ ആദ്യം ഇങ്ങനെ വന്നിങ്ങനെ കയറിയപ്പം സന്തോഷാസുരമൊക്കെ വന്നു കേട്ടോ പപ്പയ്ക്ക്. 1 വർഷമായില്ല ഇങ്ങനെ കണ്ടിട്ട്. അപ്പം എന്ത് ചെയ്യാൻ പറ്റുമല്ലേ. അപ്പോൾ വന്ന വഴിക്ക് കുറേ പപ്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് പോരാഞ്ഞിട്ട് അച്ഛനും കുറേ ഉള്ളിവടയും വടയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ അവരെ ഏൽപ്പിച്ചിട്ട് ഞാൻ കുളിക്കാനും പോയി. അമ്മയാണെങ്കിൽ ചായ ഇടാനും പോയി കേട്ടോ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴേക്കും എനിക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു ഉള്ളിവട മാത്രം ബാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി ഉണ്ടായിരുന്ന വടയൊക്കെ അവർ കഴിച്ചു കേട്ടോ. പിന്നെ എല്ലാവരും കൂടി അവിടെ ഇരുന്ന കാര്യമൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങളിനി ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തന്നെ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാവേ. താങ്ക്സ് ഫോർ വാച്ചിങ്.